പ്രധാനപ്പെട്ട സവാള വിജയം മട്ടൻ ചാപ്സും 6:15 6:30 ആകുമ്പോൾ സപ്ലൈ തുടങ്ങും. അപ്പോഴാകുമ്പോൾ ആൾക്കാർ വരും. ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് തൃപ്തി വേണമല്ലോ. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കും തൃപ്തി വേണം, കൊടുക്കുന്ന ആൾക്കും. പിന്നെ ഡെയിലി ആ ഒരു ടേസ്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകും. നിങ്ങൾ ഇന്ന് കഴിക്കണ കറി തന്നെ നാളെ അങ്ങനെ ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. വറുത്തുള്ള മസാലയല്ല, പച്ച മസാലയിൽ റെഡിയാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഞാനിവിടെ 50 വർഷമായി. കൊച്ചിൻ കാർമിലോട്ട് 41-ാം വർഷമാണ്. അതിന് മുമ്പൊക്കെ ഇവിടെ ഉണ്ട്. ഫേമസ് ആയത് ഫസ്റ്റ് ഫിനാലേക്ക് ഒരു ഓസ്ട്രേലിയക്കാരൻ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരാൾ വരച്ച് അങ്ങനെയുള്ള ഫേമസ് ആണ്. Chana masala. The food was amazing. ഫസ്റ്റിൽ ആദ്യം സവാള ചൂണ്ടമ്പൊരി ഇല്ല മാത്രമല്ല, ഗോതമ്പൂട്ട്, അരിപ്പൂട്ട്, മണിപ്പൂട്ട്, ഇടിപ്പൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. അപ്പോൾ അതൊക്കെ നിർത്തിയപ്പോൾ സവാള ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ കൊച്ചിയിൽ ഫേമസ്. Achuka. Nice. ഒരു നല്ല ചായ ആഗ്രഹിക്കുന്ന കൊച്ചിക്കാർ ഇനി ഫോർട്ടൂസിൽ പോയാൽ മതി. ഇവിടെ 50 വർഷത്തോളം പഴക്കമുള്ള ഒരു ചായക്കടയുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ മട്ടൻ ചപ്സും സവാള വടയുമാണ്. കൊച്ചിയിൽ വരുന്നാൽ എല്ലാവരും ഇവിടുത്തെ രുചി അറിയേണ്ടത് തന്നെയാണ്. പ്രധാനപ്പെട്ട സവാള വിജയം മട്ടൻ ചാപ്സും. പിന്നെ ചിക്കൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്, മട്ടനും ഉണ്ട്, ബീഫും ഉണ്ട്. ബീഫ് ചായക്ക ചാപ്സ് ഐറ്റംസാണ്. മട്ടൻ ചാപ്സ് എല്ലായിടത്തും വീട്ടിൽ കഴിക്കണ മാതിരിയല്ലല്ല കടകളിൽ കഴിക്കുമ്പോൾ. ടേസ്റ്റ് ഞങ്ങൾ സ്വയമായിട്ട് എല്ലാം പച്ച മസാലയിൽ റെഡിയാക്കണതാണ്, അല്ലാതെ മറ്റേ വറുത്തുള്ള മസാലയല്ല. പച്ച മസാലയിൽ റെഡിയാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് തൃപ്തി വേണമല്ലോ. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കും തൃപ്തി വേണം, കൊടുക്കുന്ന ആൾക്കും. ആഹാരം അവർക്ക് തൃപ്തിപ്പെട്ട നമുക്ക് ഒരാൾ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാം എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടുള്ള ആൾക്കാർ മേടിക്കും. പിന്നെ ഗ്രൂപ്പായിട്ട് വരും, അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഡെയിലി ആ ഒരു ടേസ്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകും. നിങ്ങൾ ഇന്ന് കഴിക്കണ കറി തന്നെ നാളെ അങ്ങനെ ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. സൺഡേ ഒക്കെ ഇത്തിരി തിരക്കുള്ളായിരിക്കും. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഒരു 7-8 മണി 8-9 മണി 8 ഇത്രയൊക്കെ വരുള്ളൂ. മട്ടനൊക്കെ അത്ര വരെ ഉണ്ടാവുള്ളൂ. 3:30 മണിക്ക് വരണം. എന്തെല്ലാം സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ 4:30 5 മണിയാവും. 5 മണിയാകുമ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ വരും. ഇറച്ചി, മട്ടൻ, ബീഫ്, മുട്ട, കടല എല്ലാ സാധനങ്ങളും ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഒക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി അടപ്പത്ത് കയറ്റി അത് ശരിയായതിന് ശേഷം 6 മണിയാകുമ്പോൾ സപ്ലൈ തുടങ്ങും. That's the first plate that I eat here in Kerala. The food was amazing. Good. Really good. Yeah, chana masala. Yeah, I really like. ഞാനിവിടെ 50 വർഷമായി. കൊച്ചിൻ കാർമിലോട്ട് 41-ാം വർഷമാണ്. അതിന് മുമ്പൊക്കെ ഇവിടെ ഉണ്ട്. തുടങ്ങാൻ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കച്ചവടക്കാരായിരുന്നു. ഫാദർ, ചേട്ടൻ അങ്ങനെ കച്ചവടം ചെയ്ത് അങ്ങനെ വന്ന ആൾക്കാർ. അപ്പോൾ ഇത് തലമുറ ഞാനാണ്. അന്ന് ഫോട്ടോസിൽ നിന്ന് ആരും വരില്ല. ആ കാലത്ത് തുടങ്ങിയാണ്. പണ്ട് റേഡിയോ നിലയ മാത്രമേ ഉള്ളൂ. അത് കാണാൻ വേണ്ടി കൊച്ചിയിൽ വന്നെ. കൊച്ചിയിലാണ് റേഡിയോ പാട്ട് കേൾക്കാൻ പറ്റുന്നത്. അന്ന് ചീന പോലെ മാത്രമേ ഉള്ളൂ. ഇതൊന്നുമില്ല. ഈ വാട്ടർ മെട്രോ ഒന്നുമില്ല. ഇവിടെ ചിംതേരി, പാസ്പോർട്ടിയാണ് പള്ളി, അത് മാത്രമേ ഉള്ളൂ. അത് രണ്ടും കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ വന്നിരുന്നത്. ഫേമസ് ആയത് ഫസ്റ്റ് ഫിനാലേക്ക് ഒരു ഓസ്ട്രേലിയക്കാരൻ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരാൾ വരച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ആഹാരം കഴിക്കുന്ന ആൾക്കാർ കൂടി നിൽക്കണില്ല. അപ്പോൾ എടുക്കുമല്ലോ, സ്വാഭാവികമല്ലേ. അങ്ങനെയുള്ള ഫേമസ് ആണ്. ഫസ്റ്റിൽ ആദ്യം സവാള ചൂണ്ടമ്പൊരി ഇല്ല മാത്രമല്ല, ഗോതമ്പൂട്ട്, അരിപ്പൂട്ട്, മണിപ്പൂട്ട്, ഇടിപ്പൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. അപ്പോൾ അതൊക്കെ നിർത്തിയപ്പോൾ സവാള ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ കൊച്ചിയിൽ ഫേമസ്. പുട്ടൊന്നും ആൾക്കാർക്ക് വേണ്ട. എല്ലാത്തരം പുട്ടും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 1/2 ഗ്ലാസ് പൊടി കൊണ്ട് നടക്കണ പുട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ആ പുട്ടൊന്നും ഇല്ല.